എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാലഡ് റെസിപ്പി ഡോക്ടർ മനോജ് ജോൺസൺ കഴിക്കുന്ന ഡിന്നറാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നത് ബദാമാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു പിടി ബദാമാണ് എടുത്തിരിക്കുന്നത്. എണ്ണി നോക്കിയപ്പോൾ ഇതിനകത്ത് 50 ബദാമാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ബദാം ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ നേരം ഇട്ടാലും മതി. നമുക്കിനി രാവിലെയാണ് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത്. ഇനി സാലഡിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഇപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഈ ഒരു വലുപ്പത്തിൽ, അതുപോലെ തന്നെ എല്ലാ ചിക്കനും ഈ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെപ്പറെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബദാമൊക്കെ സോക്കായോ എന്നുള്ളത് നോക്കാം. ബദാമൊക്കെ നന്നായി വേർത്ത് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബദാമിൻ്റെയും തൊലിയൊക്കെ കളയാം. അങ്ങനെ ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടറിലാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം ബട്ടറിൽ അടങ്ങിയിരിക്കുന്നത് നല്ല ഫാറ്റ് ആയതുകൊണ്ടാണ് ബട്ടറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ നിരത്തി വയ്ക്കാം. അങ്ങനെ ചിക്കൻ കംപ്ലീറ്റ് പാനിൽ നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറുവശത്തേക്ക് തിരിച്ചിടാം. നമ്മളിപ്പോൾ ചിക്കൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചിക്കൻ ഒരിക്കലും ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഉപ്പുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരമാണ് ഉപ്പുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു 12 ബീൻസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 കളർ ക്യാപ്സിക്കം, റെഡ് കളറും ഗ്രീൻ കളറും. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ടൊമാറ്റോ ആണ്. കൂടാതെ കുറച്ച് പാലക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് തിരിച്ചിടാം. അങ്ങനെ ചിക്കനെല്ലാം കംപ്ലീറ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡും കൂടി ഫ്രൈ ആയ ശേഷം നമുക്കത് ബട്ടറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോഴേക്കും ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ബദാമിൻ്റെ എല്ലാം തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ബദാമാണ് ചേർക്കുന്നത്. ഇതിലേക്കൊരു 3 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇതൊരു 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് നന്നായൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. കൂടുതൽ ചേർക്കണ്ട. നല്ല തിക്കായിട്ടുള്ള ഒരു മയണൈസാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മയണൈസൊക്കെ അരഞ്ഞ് കിട്ടിയോ എന്നുള്ളത് നോക്കാം. ഇത് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബദാം അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രസ്സിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉപ്പുവെള്ളത്തിലിട്ട ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയ ശേഷം നീളത്തിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്.
നമ്മൾ സാലഡിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, ബെൽ പെപ്പർ ഗ്രീനും അതുപോലെ തന്നെ റെഡും ആണ് എടുത്തിരിക്കുന്നത്. സ്പിനാച്ച് എടുത്തിട്ടുണ്ട്, ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് സാലഡ് ബൗളിലേക്ക് ചേർക്കാം. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനത് സെയിം പാനിലേക്ക് ഞാൻ അല്പം ബട്ടറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. കുറച്ച് വേവ് കൂടുതലുള്ളതാണ് ആദ്യം ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ബീൻസും ചേർക്കാം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. നിങ്ങൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് നോക്കിയ ശേഷം വേണം പിന്നെ ചേർക്കാൻ. വെജിറ്റബിൾസ് എല്ലാം വല്ലാണ്ട് കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ആദ്യം നമുക്ക് ക്യാരറ്റും ബീൻസും ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള പെപ്പർ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ക്യാരറ്റും ബീൻസും നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനത് 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. റെഡ് ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് സ്പിനാച്ചും കൂടി ചേർക്കാം. എല്ലാം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം എല്ലാ വെജിറ്റബിൾസായിട്ടും ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓവർ കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ കളറിലുള്ള വെജിറ്റബിൾസുമാണ് നമ്മൾ കഴിക്കേണ്ടതാണ്. പച്ചയും മഞ്ഞയും ഓറഞ്ചും ആയിട്ടുള്ള എല്ലാ കളറോടും കൂടിയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സാലഡാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്ന ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ടൊമാറ്റോ ആണ്. ഇത് ഞാൻ 2ആയി കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഇതും ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തക്കാളി ഒന്നും ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡ് റെസിപ്പിയാണ്. ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ സാലഡ്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചിക്കനിലേക്ക് ചേർക്കാം. ഇപ്പോൾ നിങ്ങളുടെ ബ്രൊക്കോളിയോ അതുപോലെ കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബദാം പേസ്റ്റാണ് ചേർക്കുന്നത്, അതായത് ഹെൽത്തി മയണൈസ്. അതിനത് ഡ്രസ്സിങ് എല്ലാം ചേർത്ത ശേഷം പിന്നെ നന്നായി വെജിറ്റബിൾസുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് അല്പം ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ പ്രോട്ടീനും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ PCOD ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.